ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പാശ്ചാത്യ മുത്തശ്ശി കഥയാണിത്. ഒരിക്കൽ ഒരു കൊച്ചു ബാലിക പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു. തോട്ടത്തിലെ പുഷ്പങ്ങളെക്കാളേറെ അവിടെ പാറി നടന്നിരുന്ന ചിത്രശലഭങ്ങളെയായിരുന്നു ആ ബാലികയുടെ ശ്രദ്ധ. പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത്. ഒരു ചിത്രശലഭം ഒരു മുൾച്ചെടിക്കിടയിൽ ഉടക്കി കിടക്കുന്നു. അവൾ വളരെ ശ്രദ്ധാപൂർവം ആ ചിത്രശലഭത്തെ മുൾച്ചെടിക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടു. പക്ഷെ നിമിഷങ്ങൾക്കകം ആ ചിത്രശലഭം സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ അവളെ സമീപിച്ചു. നീ ചെയ്ത ഉപകാരത്തിന് പകരമായി നിന്റെ എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരാം. എന്താണ് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയൂ. ഒരു നിമിഷം ആലോചിച്ച ശേഷം പെൺകുട്ടി പറഞ്ഞു, എന്നും സന്തോഷവതിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവതയായിരുന്ന ആ സ്ത്രീ ഉടനെ എന്തോ ആ ബാലികയുടെ ചെവിയിൽ മന്ത്രിച്ച് അപ്രത്യക്ഷമായി. ആ പെൺകുട്ടി അന്നു മുതൽ എന്നും എപ്പോഴും സന്തോഷവതിയായിരുന്നു. പ്രായപൂർത്തിയായ സ്ത്രീ ആയപ്പോഴും അവളുടെ സന്തോഷഭാവത്തിന് മാറ്റം വന്നില്ല. എപ്പോഴും പ്രസന്നവതയും പ്രസാദവതയുമായിരുന്ന അവരോട് സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് പലരും ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ അവർ പറയും, അതൊരു രഹസ്യമാണ്. അവർ പ്രായം ചെന്ന് വൃദ്ധയായപ്പോഴും അവരുടെ സന്തോഷ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. അവരുടെ മരണത്തോടെ അവരുടെ സന്തോഷത്തിൻ്റെ രഹസ്യം അപ്രത്യക്ഷമാകുമല്ലോ എന്ന് കരുതിയ ചിലർ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ലല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രഹസ്യം ഞങ്ങളോട് പറയില്ലേ? ആ വൃദ്ധ പറഞ്ഞു, ഒരിക്കൽ ഒരു ദേവത സന്തോഷത്തിൻ്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് പ്രാവർത്തികമാക്കി, അത്രമാത്രം. അപ്പോൾ ആ ദേവത പറഞ്ഞു കൊടുത്ത രഹസ്യം എന്താണെന്ന് അറിയാൻ അവർക്ക് തിടുക്കമായി. വൃദ്ധ പറഞ്ഞു, മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് എപ്പോഴും ആവശ്യമുണ്ട് എന്നത് മറക്കാതെ ജീവിച്ചാൽ ഞാൻ എപ്പോഴും സന്തോഷവതിയായിരിക്കും എന്നതാണ് ദേവത എനിക്ക് പറഞ്ഞു തന്ന രഹസ്യം. ജീവിതത്തിൽ യഥാർത്ഥ സുഖവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ നാം നമ്മിൽ നിന്ന് പുറത്ത് കടന്നേ മതിയാകൂ. അതുപോലെ നമ്മുടെ ശ്രദ്ധ നമ്മിൽ നിന്നും മറ്റു ആളുകളിലേക്ക് തിരിയണം. നമ്മുടെ അസ്തിത്വം മറ്റുള്ളവർക്ക് ആനന്ദദായകമാകുന്ന അവസ്ഥ നാം സൃഷ്ടിക്കണം. അതുപോലെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും വഴിതെളിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നാം കണ്ടെത്തും. അതുവഴി നമ്മുടെ ജീവിതത്തിൽ സന്തോഷഭാവവും നമുക്ക് അനുഭവവേദ്യമാകും. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പരിമിതമായിരിക്കാം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അധികമൊന്നും ചെയ്യാനുള്ള കഴിവും നമുക്കില്ലായിരിക്കാം. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ത്രസിക്കുന്ന ഹൃദയമാണ് നമ്മുടേതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. നമ്മുടെ ഹൃദയം ത്രസിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമായിരിക്കരുത്, അത് മറ്റുള്ളവർക്കും വേണ്ടി കൂടിയായിരിക്കണം. കാരണം നമ്മെക്കൊണ്ട് മറ്റുള്ളവർക്കും ആവശ്യമുണ്ട്. ഇത് നാം മറക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷമുണ്ടാകും.